വിഴിഞ്ഞം തുറമുഖത്തെ എക്സ്ക്ലീം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നതിനിടെ കേരള മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിന് പിന്നിലെ കാരണങ്ങൾ എന്ത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ചുമതലകൾ നിർവഹിക്കുന്നതിൽ തുടർച്ചയായി വരുത്തിയ വീഴ്ചയും തുറമുഖ നടത്തിപ്പിലെ പരാജയവും ചൂണ്ടിക്കാട്ടി 2026 ജൂലൈ 6-നാണ് ബോർഡിനെ പൂർണ്ണമായി പിരിച്ചുവിട്ട് സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ചെറുകിട തുറമുഖങ്ങളുടെ വികസനത്തിനായി സർക്കാർ പ്ലാൻ വിഹിതമായി 453 കോടി രൂപയിലധികം രൂപ അനുവദിച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലക്ഷങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകിയിട്ടും സംസ്ഥാനത്തെ ഭൂരിഭാഗം തുറമുഖങ്ങളും നോക്കുകുത്തിയായി തുടർന്നതാണ് പിരിച്ചുവിടലിന് പ്രധാന കാരണം. ബോർഡ് നിലവിൽ വന്ന 2018 മുതൽ ഇതുവരെ 453 കോടി 97 ലക്ഷത്തി 9,303 രൂപ സർക്കാർ അനുവദിച്ചതായും ചെയർമാന് മാത്രം പ്രതിമാസം 2.5 ലക്ഷത്തോളം രൂപ വേതനമായി നൽകിയതായും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കാസർഗോഡ് സ്വദേശിയും വിവരാവകാശ പ്രവർത്തനവുമായ മുഹമ്മദ് അഷ്റഫിന് ലഭിച്ച മറുപടിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. റവന്യൂ കുടിശ്ശിക പിരിച്ച് എടുക്കുന്നതിലെ വീഴ്ച, ബഡ്ജറ്റ് വിഹിതമല്ലാത്ത ചെലവുകൾ, ഫണ്ടുകളുടെ വകമാറ്റൽ, ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാതിരിക്കൽ എന്നിവ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 2022-23 മുതൽ 2024-25 വരെയുള്ള വാർഷിക ഭരണ റിപ്പോർട്ടുകൾ നിയമസഭയിൽ സമർപ്പിക്കുന്നതിലും ബോർഡ് പരാജയപ്പെട്ടുവെന്നാണ് ഗസറ്റ് വിജ്ഞാപനത്തിൽ വ്യക്തമായി പറയുന്നത്. NSS പിള്ള ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ ജെറോമിക് ജോർജ് IAS COUമായി പ്രവർത്തിച്ച ഭരണസമിതിയിലെ 2017 കേരള മാരിടൈം ബോർഡ് ആക്ടിലെ 90-ാം വകുപ്പ് പ്രകാരമാണ് പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ആകെ എത്ര വെസലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന കണക്ക് പോലും ഹെഡ് ഓഫീസിൽ ലഭ്യമല്ല എന്ന വിചിത്രമായ വസ്തുതയും വിവരാവകാശ മറുപടിയിലുണ്ട്. സംസ്ഥാനത്തെ 17 ചെറുകിട തുറമുഖങ്ങളുടെ വികസനമാണ് ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്നത്. വല്യതുറ, വിഴിഞ്ഞം, കൊല്ലം, നീണ്ടകര, കായംകുളം, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, പൊന്നാനി, ബേപ്പൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ, അഴീക്കൽ, കാസർഗോഡ്, മഞ്ചേശ്വരം, നീലേശ്വരം എന്നിവയാണ് ഈ തുറമുഖങ്ങൾ. എന്നാൽ ഇതിൽ 13 തുറമുഖങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ല. ഇവയെ പ്രവർത്തനക്ഷമമല്ലാത്തവ ആക്കി പ്രഖ്യാപിക്കണമെന്ന് ബോർഡ് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ബോർഡ് അടിയന്തരമായി പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനിച്ചത്. തുറമുഖ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലായ ഘട്ടത്തിലും ബോർഡ് നേതൃത്വത്തിന് വൻ തുകയാണ് വേതനമായി നൽകിയിരുന്നത്. ചെയർമാന്റെ പ്രതിമാസ വേതനം 2,41,220 രൂപയായിരുന്നു. ഇതിൽ അടിസ്ഥാന ശമ്പളം 1,25,450 രൂപയും, ക്ഷാമബത്ത് 75,270 രൂപയും, വീട്ടുവാടക അലവൻസ് 40,500 രൂപയും ഉൾപ്പെടുന്നു. നോമിനേറ്റഡ് അംഗങ്ങൾക്ക് പ്രതിമാസം 35,000 രൂപ ഹോണറ്റേറിയം നൽകി. കൂടാതെ ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് പ്രതിദിനം 5,000 രൂപ സിറ്റിംഗ് ഫീസും ഔദ്യോഗിക യാത്രാ ചെലവുകളും അനുവദിച്ചിരുന്നു. സാമ്പത്തിക വർഷങ്ങളിൽ സർക്കാർ അനുവദിച്ച തുകയുടെ വലിയൊരു ഭാഗം വിഴിഞ്ഞം പദ്ധതിക്കും അഴീക്കൽ പോർട്ടിനുമായാണ് കൈമാറിയത്. 2018 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ആകെ ലഭിച്ച 453 കോടിയിലധികം രൂപയിൽ 29 കോടി 66 ലക്ഷത്തി 80,371 രൂപ വിഴിഞ്ഞം പദ്ധതിക്കും അതോടൊപ്പം തന്നെ 54 കോടി 79 ലക്ഷത്തി 54,179 രൂപ അഴീക്കൽ പോർട്ടിനും കൈമാറി. ബാക്കി തുകയുടെ വിനിയോഗത്തിലും കാര്യക്ഷമമായ ഇടപെടലുകൾ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.